കഴിഞ്ഞ ദിവസം ഞാൻ പൂവാർ ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ട കാഴ്ചകളും വൈബും പിന്നെ അവിടെ നമ്മൾ ഹോസ്റ്റ് ചെയ്തൊരു ചെറിയ പരിപാടിയും അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് അർബൻ വ്ളോഗറാണ്. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ എങ്ങനെ തുടങ്ങിയല്ലേ? സമയം രാവിലെ 9 മണി. ഞാനും എൻ്റെ കൂട്ടരും ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ച് ഇവിടെ പൂവാറിന്റെ പാർക്കിംഗ് ലോട്ടിലെത്തി. നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ്. ഇവിടുന്ന് ബോട്ടിലേ പോകാൻ പറ്റും. ഇവരുടെ തന്നെ ബോട്ട് സർവീസ് കൊണ്ടുവിടും. ഒറ്റ ദിവസത്തെ പരിപാടി ആയതുകൊണ്ടും പരിപാടി കഴിയുമ്പോൾ തന്നെ തിരിച്ച് പോകണമെന്നുള്ളത് കൊണ്ടും നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. പോകുന്ന വഴി സീനിക് ആയതുകൊണ്ട് ഒട്ടും ബോറടിക്കില്ല. നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. ഇത് ഫുള്ള് ബാക്ക് വാട്ടറാണ് കേട്ടോ. ഇവിടുത്തെ സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മരങ്ങളും ചെടികളും ഒക്കെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ലൈഫ് ജാക്കറ്റ് ആവശ്യം എനിക്ക് തന്നെയാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടിയ കുറേ കാര്യങ്ങൾ. അതായത് ഈ മരം ഇവിടെ തന്നെ മുളച്ചതാണോ അതോ ഇനി വേറെ എവിടെ നിന്നും മുളച്ചിട്ട് അതിങ്ങനെ ഒഴുകി വന്നതാണോ? എന്തായാലും കാണാൻ നല്ല രസമാണ്. ബോട്ടിൽ യാത്ര ചെയ്താലും കാറിൽ യാത്ര ചെയ്താലും ഇങ്ങനെ പുറത്തോട്ട് ജനൽ വഴി നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണ്. ഇത്രയും രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങി. എന്തായാലും ഏകദേശം കടലിനടുത്ത് എത്തിയിട്ടുണ്ട്. റിസോർട്ടിലേക്കുള്ള പകുതി ദൂരം എത്തിയിട്ടുണ്ട്. പൂവാർ ബീച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൂരെ നോക്കിയാൽ നല്ല തെങ്ങിനിടയിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു കോട്ടേജ് കാണാം. ഇപ്പം നമ്മൾ ഏകദേശം ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ട് എത്താനായിട്ട് കുറച്ചും കൂടെ പോയാൽ മതി. ബോട്ട് ഇപ്പോൾ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിനി ഇറങ്ങി നേരെ ലോബിയിലോട്ട് ചെന്നാൽ മതി. ഞാനിരുന്ന് നോക്കി പഠിക്കായി പുള്ളിക്കാരൻ എങ്ങനെ ഇത്ര വൃത്തിയായിട്ട് ബോട്ട് എടുപ്പിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ ലോബിയിലോട്ട് പോകണമെങ്കിൽ ഒരു ഇലക്ട്രിക് ബഗിയുണ്ട്. അതിനകത്ത് കയറി അങ്ങ് വൈബടിച്ച് പോവാം. ഞങ്ങളിപ്പോൾ ബഗിയിലോട്ട് കയറി നേരെ ലോബിയിലോട്ട് പോവുകയാണ്. രാവിലെ ചെറുതായിട്ടൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം പോലെയാണ് കിടക്കുന്നത്. ഈ ഒരു മൊമെൻറ്റിലാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. ആ ഓപ്പണായി കിടക്കുന്ന ഔട്ട്ഡോർ ഏരിയയിലാണ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ മെയിൻ ലോബിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ലോബി. നമ്മൾ കയറിയപ്പോൾ തന്നെ ചിപ്പിമാലയൊക്കെ ഇട്ട് സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കസ്റ്റം പോലെ അത്. ഇവിടുത്തെ ഇൻറ്റീരിയർ മെയിൻലി വുഡ് ഡിസൈൻസ് ആണ്. ലോബിയിലിരിക്കുമ്പോൾ എനിക്കൊരു എക്സോട്ടിക് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ലോബിയിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ട് ആകർഷിതമാവാനായിട്ട് ഇവരുടെ സൂവനിയർ ആൻഡ് ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ നിരത്തി ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ലോബിയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾ പോലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സീനറിയൊക്കെ കാണാൻ ഇനിയും ബാക്കി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ 1-2 എനർജൈസേഴ്സ് കൊടുത്തിട്ട് ഇവർക്കൊരു ഗെയിമും കൊടുത്ത് ഇവർ പിന്നെ അങ്ങ് അതിലോട്ട് ഇൻവെസ്റ്റ് ആയി. ഇവർക്ക് കൊടുത്ത ഫസ്റ്റ് ആക്ടിവിറ്റി ക്രാഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഒരു ടെസ്റ്റിംഗ് റൗണ്ട് നോക്കി നോക്കിയാലോ? ഓക്കെ, സെറ്റ്. ഇപ്പോൾ ബിൽഡിംഗ് റൗണ്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റിസൾട്ട് അറിയാനുള്ള സമയമാണ്. പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെയൊന്നുമില്ല, പക്ഷേ ഓക്കെ, ഐ വിൽ അലോ ദാറ്റ്. അത് കഴിഞ്ഞ് ചെറിയൊരു ടീ ബ്രേക്കൊക്കെ എടുത്ത് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കിടക്കുകയാണ്. പിന്നെ ആർപ്പ വിളിയായി, ട്രെയിനായി. ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് പിന്നെ പരസ്പരം എക്സ്പീരിയൻസസ് ഒക്കെ പങ്കുവെക്കലായി. വൈകുന്നേരം 5:30 ആയതോടെയൊക്കെ പരിപാടിയൊക്കെ അവസാനിച്ചു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. തിരിച്ച് പാർക്കിംഗ് സ്പേസിലോട്ട് പോകാനായിട്ട് ബോട്ടിലോട്ട് കയറി. ഇവിടുത്തെ സൺസെറ്റിൻ്റെ ആ ഒരു സമയം അടിപൊളിയാണ് കേട്ടോ. നേരെ ഇരുട്ടി വരുംതോറും മൊബൈലിൽ ഒരൊറ്റ സീനറി പതിയാത്തൊരവസ്ഥയായി. അപ്പോഴാണ് കരയിലുള്ള ലാമ്പൊക്കെ ഓണായത്. എന്തൊരു വ്യൂ ആണ് നോക്കിയേ. ഒരു ദിവസം ഈ വെള്ളത്തിന് നടുക്കൊരു ബോട്ടിങ് ഇട്ടിട്ട് അവിടെ അങ്ങ് കിടന്ന് ഉറങ്ങണം. ബക്കറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യട്ടെ. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഫുഡ് അടി. സംസമിൽ കയറി ഒരു ട്രിപ്പിൾ അൽഫഹാം കോംബോ അങ്ങ് പറഞ്ഞു കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത്. എൻ്റെ കൂടെയുള്ള പയ്യൻ മന്തിയും പറഞ്ഞു. 3 അൽഫഹാമിൽ ഒരെണ്ണം
ചീസ് വെച്ചിട്ടുള്ള പരിപാടിയും, ഒന്ന് ക്ലാസിക്കും പിന്നെ മറ്റൊന്ന് ഹണി ചില്ലിയും. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ ബൈ.